സംരക്ഷകന് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിറ്റ കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ ഭാരതം, ഇന്ത്യ മഹാരാജ്യം അതിർത്തിക്കപ്പുറത്തേക്ക് കടന്ന പാകിസ്ഥാന്റെ തീവ്രവാദ ബങ്കറുകളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം, യുദ്ധങ്ങൾ പാടില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രിയപ്പെട്ട നേതാവേ, ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണുവചന്മാരെ കാവൽ നിൽക്കുമ്പോ ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ എംബോക്കികൾ എന്താ ചെയ്തത്? അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ? സനീഷിന്റെ വീട് നേരെ അക്രമം അഴിച്ചുവിട്ടില്ലേ? ഇതൊന്നും എഴുതി തന്നിരിക്കുന്നത് മലപ്പട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള 2 ചങ്ങാതിമാരാണത്രേ ഈ അക്രമമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതിപ്പോഴല്ല എഴുതി തരേണ്ടത്. ഒരു 8 മാസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് വരുമ്പോൾ ഈ സഹോദര ജീവനക്കാരന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും. അന്നേരം എഴുതി തന്നാണ്. അന്നേരം നോക്കി വെച്ചിട്ട് തന്നെ നമുക്കതിന്റെ കണക്ക് തീർക്കാം. നിയമപരമായിട്ടുള്ള കണക്ക് തീർപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതല്ലാതെ കണക്ക് തീർക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എത്രയേറെ CPM-ന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നു, എത്രയേറെ CPM-ന്റെ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചങ്ങാതിമാരെ CPM-കാരെ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൊടിമരം കാറ്റത്താണാത്ത കൊടിമരമാണ്. നിങ്ങളുടെ കൊടിമരം ഞങ്ങൾ പിഴുതാൽ പിഴാത്ത കൊടിമരമാണ് എന്ന് പല തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടോ? അങ്ങനെ അജണ്ട ഞങ്ങൾക്കില്ല. പണ്ട് നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, നിങ്ങളും കല്ലെറിയാൻ പാടില്ല, ഞങ്ങളും കല്ലെറിയാൻ പാടില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ടാ. അതല്ലാതെ ആ കടയ്ക്ക് മേളിൽ 20 പേര് ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ആനൊന്ന് തുമ്മിയാൽ തെറച്ചു പോകുന്ന ആ 20 എംബോക്കികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്നിട്ടാണ് വിടുന്നതാ. അങ്ങനെ കൈകാര്യം ചെയ്യുന്നതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം സമ്മതിക്കാനുള്ളതാണ്, ജനാധിപത്യപരമായി രാഷ്ട്രീയം പറയാനുള്ളതാണ്. അത് കൈക്കരുത്തുകൊണ്ട് നേരിടാനുള്ളതല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ആളുകളെ എത്രയാ കൂടുതൽ, ആ ആളുകൾ കൂടുതലുള്ളതിന്റെ അഹങ്കാരവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്ന താങ്ങും. നിങ്ങളൊരു വിചാരമുണ്ട്, നിങ്ങളെന്തോ വലിയ പാർട്ടി. എന്റെ പുനാര ചങ്ങാതിമാരെ, നിങ്ങൾ ഈ പാർട്ടി കളിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ അഭിനവ യൂട്യൂബർ. അതിനുശേഷം ഇന്നലെ ഒരു ചാനലുകാർ ചോദിച്ചു, അല്ല മലപ്പട്ടത്തെ സംഭവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയാനായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇമാതിരി അല്പത്തരത്തിൽ ഞാൻ മറുപടി പറയാറുള്ളതാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ അവസാനിപ്പിക്കും. ഇമാതിരി അല്പത്തരത്തിലൊന്നും മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി 4 മിനിറ്റ് കരയുകയാണ്. കണ്ടു കാണും, 4 മിനിറ്റ് ആയിരുന്നു ചങ്ങാതിയുടെ കരച്ചിൽ. ആ ചങ്ങാതി വേറെ എന്തൊക്കെയോ പറയുന്നത്. എടോ, ഈ നാട്ടിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരുണ്ട് എങ്കിൽ ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസം എന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ഏറ്റവും വലിയ നരഭോജികളായ 3 പേരെ എടുത്താൽ അതിനകത്ത് അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ട്, ബെനറ്റോ മുസോളിനി ഉണ്ട്. മൂന്നാമതുള്ളത് നിന്റെയൊക്കെ പാർട്ടി ഓഫീസിലെ ചുമലിലിരിക്കുന്ന ചിത്രത്തിലെ നേതാവ് ജോസഫ് സ്റ്റാലിനോ. ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത് നിന്റെയൊക്കെ ദക്ഷിണ കൊറിയയിലല്ലേ, നിന്റെയൊക്കെ ചൈനയിലല്ലേ, നിന്റെയൊക്കെ റഷ്യയിലല്ലേ? ഈ രാജ്യത്ത് നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിൽ എത്ര മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത്? മനുഷ്യന്മാരെ